ഹല്ലേലൂയ. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമതി കർത്താവ്, ഇന്ന് ഈ കർത്താവിന്റെ വചനം കേൾക്കുന്ന അനേകം ആൾക്കാർ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് വചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ അനേകം ആൾക്കാർക്ക് കർത്താവ് വചനം കേൾക്കുന്ന ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും നിറയാനുള്ള കൃപ കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് രോഗികളെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തെ I pray for each and every people right now, especially the people, those who are suffering, the sick people, sickness. In the name of Jesus Christ, during the time of when I'm sharing this word of God, thank you, God. You are touching each one of them and healing them in Jesus' name. Thank you, Holy Spirit. You are taking control of this session. പരിശുദ്ധാത്മാവേ, അങ്ങ് ഈ സെക്ഷനിൽ കൺട്രോൾ ചെയ്യുന്നതിനോർക്ക് നന്ദി പറയുന്നു. എല്ലാ ഓൺലൈൻ്റെ എല്ലാ ശുശ്രൂഷകളും നെറ്റ്വർക്കുകളും എല്ലാ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കാര്യങ്ങളിൽ യേശുവിന്റെ തിരയത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം I pray. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്നതിനോർക്ക് നന്ദി പറയാം. ദൈവത്തിലോട്ട് ഹല്ലേലൂയ. തോമസ് മാത്യു വളരെ വായിക്കുന്ന ഓരോ വ്യക്തിത്വത്തെ കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ജോഷു അംബാസ്, രാജമാൻ, ജോമാൻ സീറ്റ്, ക്ലിയർ, ബിക്സി, and everybody, God bless you. Today I will today's message will be in Malayalam, praise the Lord, but I will be reading the chapter 9 and verses. You can also follow what I'm going to talk, praise the Lord. ഇന്ന് മലയാളത്തിലാണ് മെസ്സേജ് എടുക്കുന്നത്. ഇതിൽ ഇന്ന് സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി. അതിൽ നമ്മൾ ഓൾറെഡി അബ്രാഹത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞു, നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അത് ഇനി രണ്ടാമത് യാക്കോബിന്റെ പ്രാർത്ഥന, ജേക്കബ്സ് പ്രേയർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന എല്ലാവരും ഒരു മിനിറ്റ് ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിലേറെ ഉത്സാഹിപ്പിക്കുന്നു. ഇതിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, പഴയ നിയമത്തിലെ ക്യാരക്ടേഴ്സ് മൊത്തം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പ്രൈസ് ദി ലോർഡ്. തുടർമാനമായിട്ട് യാക്കോബിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ജോസഫ്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ജോസഫ് ഉണ്ട്. പിന്നീട് നമുക്കറിയാം പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് മോശയുണ്ട്, ജോഷുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം മോശയുണ്ട്, ജോഷുണ്ട്. ജോഷുയുടെ തന്നെ സെപ്പറേറ്റ് പുസ്തകമുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമുക്കറിയാം ജോഷുയുടെ പുസ്തകം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് പിന്നെ തുടർമാനമായിട്ട് നമുക്കറിയാം ഓരോരോ പുസ്തകങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയാൽ കാര്യങ്ങൾ സാധിച്ച് മേടിച്ചെടുത്ത ആൾക്കാരായിരുന്നു. Praise the Lord here. What I was talking when we are reading the Bible in the Old Testament, praise the Lord. All the characters are in the Old Testament. They were praying to the Lord always. Praise the Lord. They were trusting their God. That means my God and their God are same. Praise the Lord. That Yahweh, that means the God Almighty, that Jesus Christ. Praise the Lord. They were getting something from God through their prayer. Praise the Lord. Even today too, the people, those who are watching online, we have to pray to the Lord to get something in our life. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ പ്രാർത്ഥനയാൽ കാര്യങ്ങൾ സാധിച്ചെടുത്ത് നമുക്കറിയാം. പഴയ നിയമത്തിൽ നമുക്കറിയാം എല്ലാ ക്യാരക്ടേഴ്സ് പഴയ നിയമത്തിലുള്ള ആരൊക്കെയായിരുന്നു. അബ്രഹാത്തിന്റെ കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ യാക്കോബിന്റെ കാര്യത്തിൽ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം യാക്കോബ് ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാം, ഇസഹാക്ക്, അബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൽ കർത്താവ് വാഗ്ദത്തത്താൽ ജനിച്ചവരാണ്. വാഗ്ദത്തത്തിലൂടെ വാഗ്ദത്തത്തിന്റെ അവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസഹാക്ക് ആൻഡ് യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്ന ബുക്ക് ഓഫ് ജെനസിസ്, ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു റീഡ് book of Genesis chapter 27 verses 26. Praise the Lord, hallelujah. And 27, the people, those who cannot able to follow Malayalam, you can also refer this chapter, book of Genesis chapter 27 verses 26, 27 and 28, 29. Praise the Lord, hallelujah. And this verse I'm going to read. Praise the Lord. You can also refer from the Bible. Praise the Lord. ഇത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ യാക്കോബിന്റെ കാര്യം നമുക്കറിയാം. യാക്കോബ് ഉണ്ടായ ആ സമയം ജനിക്കുന്നതിന് മുമ്പ് തന്നെ, പ്രൈസ് ദി ലോർഡ്,
യാക്കോവിന്റെ അവകാശം പിതാവായ ദൈവം പ്രൈസലോ വെളിപ്പെടുത്തിയിരുന്നു. പ്രൈസലോ ജ്യേഷ്ഠനേക്കാളും ജ്യേഷ്ഠൻ അനിയനെ സേവിക്കുമെന്ന് നമുക്കറിയാം, ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രൈസലോ അപ്പൊ നമുക്കറിയാം ഏത് ബൈബിളിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എല്ലാം പിതാവായ ദൈവത്തിന്റെ മുന്നറിവോട് കൂടിയായിരുന്നു. പ്രൈസലോ പിതാവായ ദൈവത്തിന്റെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. നമുക്കറിയാം ബൈബിൾ എഴുതപ്പെട്ട കാര്യങ്ങൾ മൊത്തം. ഇപ്പൊ അബ്രഹാത്തിനോടത്തെ വാക്തത്വവും അത് കർത്താവിന്റെ അതിന് തുടർമാനമായിട്ട് നമുക്കറിയാം ഇസ്ഹാക്കിന്റെ ജനനവും നമുക്കറിയാം. തുടർമാനമായിട്ട് യാക്കോവിന്റെ ആ ജനനസമയത്തും തുടർമാനമായിട്ട് നടന്ന കാര്യങ്ങൾ മൊത്തം സംഭവങ്ങളൊക്കെ ഉണ്ട്. യാക്കോവ് ജ്യേഷ്ഠനായ യേശാവിനെ പിന്നെ എന്ന് പറഞ്ഞാല് ചീറ്റ് ചെയ്തു. പ്രൈസലോ അങ്ങ് ജ്യേഷ്ഠാവധം കൈവശമാക്കി എന്ന് ബൈബിളിനകത്ത് പറഞ്ഞു. എങ്കിൽ തന്നെയും യാക്കോവിന്റെ ജനനത്തിന് മുമ്പേ തന്നെ യാക്കോവിനെ പറ്റിയുള്ള അനുഗ്രഹം ബൈബിളിൽ ഓൾറെഡി അത് മെൻഷൻ ചെയ്തിരുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. So that today this is what I was preaching. Okay, all the characters in the Old Testament. Now today I am preaching about the Jacob. Praise the Lord hallelujah, the son of Isaac. Praise the Lord hallelujah. His birth was in the promise of the Lord. So that I want to say to all the people today, praise the Lord, Jacob, he was a blessed person by the promise of the Lord. Praise the Lord hallelujah. He was an anointed person from God. God appointed Jacob. Praise the Lord hallelujah. നമുക്കറിയാം കർത്താവ് യാക്കോവിനെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു അനുഗ്രഹം, അബ്രഹാത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ആ ഒരു നമുക്കറിയാം ആ തലമുറയിൽ നമുക്കറിയാം ജനറേഷൻ വഴിയായിട്ട് അബ്രഹാത്തിന്റെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തികളിൽ പ്രൈസല്ലോ ജേക്കബിനെയും കൂടെ കർത്താവ് യാക്കോവിനോട് കർത്താവ് ഉൾപ്പെടുത്തി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. This is what I was saying right now. Praise the Lord. Jacob, he was a blessed person by the promise of the Lord. Praise the Lord. Hallelujah. The promise whichever God gave to Abraham, it is coming automatically. Praise the Lord. To Isaac and to Jacob too. In that all the generations we can see the blessings of the Lord. Praise the Lord. Hallelujah. ഇത് പറയുന്ന ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 26 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവന്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട്, മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ജസ്റ്റ് ഇത് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോവിന്റെ ആ പ്രാർത്ഥനയെ പറ്റി പറയാനായിട്ടാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ അടുത്ത് വന്ന് അവനെ ചുംബിച്ചു. പ്രൈസ് ലോർഡ്. ഇസ്ഹാക്കിനെ ചുംബിച്ചു. അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എന്റെ മകന്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 27 വേഴ്സസ് 28 ഇതിൽ പറയുന്നത് വെച്ചാല്, ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത് വെച്ചാല് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 27 വേഴ്സസ് 28. Praise the Lord. Isaac was blessing Jacob. That means, therefore, may God give you of the dew of heaven, of the fatness of the earth, and plenty of grain and wine. Praise the Lord. Hallelujah. ഇതിൽ പറഞ്ഞു വെച്ചാല് 29 വാക്യം പറഞ്ഞു വെച്ചാല്, വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. അതാണ് നമുക്കറിയാം ഇസ്ഹാക്ക് യാക്കോവിന് അനുഗ്രഹം കൊടുക്കുന്നത് വെച്ചാൽ ഈ അനുഗ്രഹം തന്നെയാണ്. നമ്മൾ വായിക്കുവാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 12 അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം പിതാവായ ദൈവം അബ്രഹാത്തിന് കൊടുത്ത അനുഗ്രഹം. പ്രൈസ് ലോർഡ്. അബ്രഹാം അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടും, വർദ്ധനയാൽ വർദ്ധിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹം തന്നെയാണ് യേശു ക്രിസ്തുവിലൂടെ ഇന്ന് നമ്മളിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, നമ്മളെല്ലാം അബ്രഹാത്തിന്റെ സന്തതികളും വാഗ്ദത്ത പ്രകാരം അവകാശികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാത്തിന്റെ സന്തതികളും വാഗ്ദത്ത പ്രകാരം അവകാശികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളുമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ നമ്മളെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ വേലയിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ വീട്ടുകാർ മൊത്തം നമുക്കെതിരായിരിക്കും, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ മൊത്തം നമുക്കെതിരായിരിക്കും.
അവർ സ്നേഹഭാവം നടിച്ച് നമ്മുടെ ശത്രുക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എങ്ങനെയും രീതിയിൽ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെയൊന്നും നമ്മൾ നോക്കാനായിട്ട് പോകരുത്. നമ്മൾ കർത്താവിന്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. വി ആർ ദ ചോസൻ ജനറേഷൻ. വി ആർ ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്. We are appointed from the heaven to preach this gospel in front of everybody. We are the heavenly ambassadors. Praise the Lord. Hallelujah. So that means if you are the heavenly ambassador, if you are the child of God, if your citizenship is in the heaven, praise the Lord, devil cannot able to overcome your life. You are a successful person in all the areas of your life. അതാണ് ഞാൻ പറഞ്ഞാല് നമ്മള് യേശു ക്രിസ്തുവിൽ നമ്മള് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. നമ്മളറിയാം വാഗ്ദത്തം, അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ മൊത്തം നമുക്കറിയാം. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ മൊത്തം ക്രിസ്തു യേശുവില് ആ വാഗ്ദത്തങ്ങൾ മൊത്തം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് യേശു ക്രിസ്തുവിലൂടെ അത് ഫുൾഫിൽ ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ മൊത്തം കിട്ടുക. വലിയ പഴയ നിയമത്തിൽ പ്രത്യേകം എന്ന് പറഞ്ഞാല് പഴയ നിയമത്തില് നമുക്കറിയാം ആ ന്യായപ്രമാണം മൊത്തം പാലിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്കറിയാം അവർക്ക് പാവമോചനമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കർത്താവ് സെലക്ട് ആയിട്ട് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ പഴയ നിയമത്തില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തില് നമുക്കറിയാം യേശു ക്രിസ്തുവിൽ ജാതികളായിരുന്ന നമ്മളെ പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ നമുക്ക് അപരാധം കൊടുത്ത അനുഗ്രഹത്തിൽ നമ്മൾ കൂട്ടവകാശികളായി. വിശ്വാസത്താൽ നമ്മള് പ്രൈസ് ദി ലോർഡ് നമുക്ക് നമ്മള് ദൈവ മക്കളായി തീർന്നു. വിശ്വാസത്താൽ നമ്മൾ സ്വർഗരാജ്യത്തെ ഇരുത്തപ്പെട്ടു. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൽ നമ്മൾ ജയാളികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തില് നമുക്കറിയാം വിശ്വാസത്താലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ salvation is coming in the New Testament. We are getting through our faith. Through our faith, we are sanctified by the blood of Jesus Christ. Praise the Lord. Hallelujah. We are getting the salvation by the blood of Jesus Christ. We are getting the forgiveness of our sins by the blood of Jesus Christ. Praise the Lord. Hallelujah. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം ഇതിലെ 10 വാക്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജെൻസി ചാപ്റ്റർ 28 verses 10 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അവനൊരു സ്ഥലത്ത് ഇന്നാണ് യാക്കോബിന്റെ പ്രാർത്ഥനയെ പറ്റി പറയുന്നത്. അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയണയെ വെച്ച് കിടന്നുറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് പറഞ്ഞാല് പറഞ്ഞാല് ബുക്ക് ഓഫ് ജെൻസി ചാപ്റ്റർ 28 verses 12 ഇത് പറഞ്ഞ അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കഴിഞ്ഞാല് അധികം സ്വപ്നത്തിൽ കൂടി നമ്മൾ സംസാരിക്കുന്നത്. സ്വപ്നത്തിൽ കൂടെ റെവലേഷനിൽ നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് വിഷൻസ് തരും. എന്നോട് നമുക്കറിയാം അധികമായിട്ട് കർത്താവ് സംസാരിക്കുന്നു കഴിഞ്ഞാല് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കൂടെ കർത്താവ് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മള് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചില സമയത്ത് നമുക്ക് എല്ലാം വെളിപ്പെടുത്തി കിടത്തില്ല. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തോ സ്വപ്നത്തില്, ചില സമയത്തേക്ക് രാത്രി 2 മണി സമയത്തേക്ക് പ്രൈസ് ദി ലോർഡ് കർത്താവ് സ്വപ്നത്തിൽ കൂടെ എന്നോട് സംസാരിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരുന്ന കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലേലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കർത്താവ് വെളിപ്പെടുത്തി തരാറായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കഴിഞ്ഞാല് കർത്താവ് സ്വപ്നത്തിൽ കൂടെ സംസാരിക്കുന്നത് വെച്ചാല് നമ്മൾ പ്രാർത്ഥിക്കണം. ആ സമയത്ത് നമ്മൾ ചില സമയത്ത് അന്ധകാരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് കാണിച്ചു തരും. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിലുള്ള വർക്ക ക്ഷീണങ്ങൾ മൊത്തം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് തന്നെ എടുത്ത് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഒരു ബാധയും നമ്മുടെ കൂടാരത്തെ അടക്കത്തില്ല. ഒരെത്ര അന്ധകാര ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം കർത്താവ് നമുക്ക് വിടുതൽ തരും. എത്ര അന്ധകാര ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും, ഏതൊക്കെ മേഖല നമ്മളെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, സാമ്പത്തിക മേഖല നമ്മൾ നമുക്കറിയാം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക മേഖല നമ്മൾ തകർക്കണം, വരുമാന മാർഗങ്ങൾ തകർക്കണം. നമ്മുടെ ഇൻഫോർമേഷൻ എടുത്തിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളുടെ ബന്ധങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. അതാണ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇതാണ് ഇത്. അതേപോലെ അവരെ വളരെ സത്യമായിട്ട് സത്യമായിട്ട് സംസാരിച്ച് നമ്മളെ കുറിച്ച് ഡീറ്റെയിൽ എടുത്തിട്ട് പ്രൈസിലോ മറ്റുള്ള ആൾക്കാരോട് പോയി പറഞ്ഞ് അവരും നമ്മളായിട്ട് ബന്ധം ഡിസ്കണക്ട് ചെയ്യിച്ചിട്ട് പ്രൈസിലോ ഹല്ലേലൂയ മറ്റുള്ളവരൊപ്പം നമ്മൾ അവഹേളിക്കാൻ ശ്രമിക്കും. ദിസ് ഈസ് എ ട്രിക്ക് ഓഫ് ദ ഡെവിൾ. This is what the devil is doing in your life today. Praise the Lord. Hallelujah. Devil is devil is always doing in a different way. If devil want to do something in your life, in my life, praise the Lord, devil will never come in straightforward. Devil will come through your family members, through your brothers, through your sisters, through somebody's. Praise the Lord. Hallelujah. Maybe your beloved one, maybe through your loved one, they will say something against you and make the clash in between you and them. This is what devil is doing. Praise the Lord. You have to be vigilant today. When you're praying to the Lord, what is going to happen? All the evil spirit work, all the satanic work, all the things which is coming against your life, it will be destroyed by the power of the Holy Spirit. By the power of the Holy Spirit. Praise the Lord. Hallelujah. ഇത് പറഞ്ഞു കഴിഞ്ഞാല് യാക്കോവിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാല് ഒറ്റപ്പെട്ട അവസരത്തിലും കർത്താവിനുള്ള ആശ്രയം വിട്ടുകളഞ്ഞില്ല. യാക്കോവിന്റെ പ്രത്യേകത, അതാണ് യാക്കോവിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ എത്രമാത്രം ഒറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ഒറ്റ കാണത്തുള്ളൂ. ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. എല്ലാവരും ഉപദ്രവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റയാണെന്നെ മൈൻഡ് ചെയ്യരുത്. ഒറ്റ ആൾക്കാരെ മൈൻഡ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ദൈവത്തിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തികളാണോ? നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണോ? നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണോ? ദൈവാലോചന നിങ്ങൾക്ക് കർത്താവ് തരുന്നുണ്ടോ? ഒരാളെയും മൈൻഡ് ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങൾ ഒറ്റ കാണത്തുള്ളൂ. You have to go forward. Even if you are alone, you have to pray to the Lord and put your step forward. Our God will bless you. Our God will establish your territory. Our God will increase your life. Our God will increase your prayer life. Our God can establish your prayer life. Our God can increase your surroundings. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മൾ ഒറ്റയാളെ ഉള്ള എങ്കിൽ തന്നെയും കർത്താവ് നമ്മളെ കരുതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൾക്കാരുടെ തടിയോ ബലോ ഒന്നും നമ്മൾ റോട്ട് പോകരുത്. നമുക്കറിയാം. അതാണ് ദാവീദും ഗോലിയാത്തും വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അവരെ തടിയോ ബലോ, ഗോലിയാത്തിന്റെ ഫെലിസ്ത്യൻ ആർമികളുടെ തടിയോ ബലോ ഒന്നും കാണാൻ ദാവീദ് പോയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിനാൽ അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഫസ്റ്റ് സാമുവേൽ വായിക്കുവാണ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്തു. ആ ജ്യേഷ്ഠന്മാർ നമുക്കറിയാം. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ ഒത്തിരി സഹോദരന്മാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഏലിയാവ് ഉണ്ടായിരുന്നു. അവർക്ക് തടിയും അതുപോലെ തന്നെ വലിയ വലുപ്പമുള്ള വ്യക്തിയായിരുന്നു. ശമൂവേൽ പ്രായനോട് കർത്താവ് പറഞ്ഞു, അവന്റെ തടിയൊന്നും നോക്കണ്ട, അവനെ ഞാൻ എന്നേ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കുന്നവരെ തടിയോ ബലോ ഒന്നല്ല കർത്താവ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദിനെ ആ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്തു. കാരണം വെച്ചാല് ദാവീദ് എളിമയുള്ള വ്യക്തിയായിരുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നാരൊക്കെ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയും കർത്താവ് ഭംഗം വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് കഴിഞ്ഞാല് ചില വിവാഹ ബന്ധം കഴിച്ച ആൾക്കാർക്ക് ആ വേർപെടുത്തി കഴിഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥിച്ച റീജോയിൻ അതിനല്ല. ചില വിവാഹങ്ങൾ അത് വേർപെടുന്നത് ദൈവഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതിങ്ങനെ കൂട്ടിച്ചേരും. വേറെ കല്യാണം കഴിച്ചു പോയി, അവരവരുടെ ജീവിതമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിനുവേണ്ടി ഇവനെ കൂട്ടിച്ചേരാനായിട്ട് മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുവേണ്ടി അത് കർത്താവ് കേൾക്കത്തില്ല. കാരണം ഒരാൾ ഡൈവേഴ്സ് ആയിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേറെ കല്യാണം കഴിച്ചു പോകുന്ന അത് കർത്താവിന്റെ ഹിതമാണത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സാത്താനെയാണല്ലോ ആരെയാണത്? അത് ദൈവഹിതമാണത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പിന്നീട് തിരിച്ചു വരെ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് പിശാചിന്റെ തന്ത്രമാണത്. കർത്താവിന്റെ അഭിഷിക്തന്മാരെയൊക്കെ തകർക്കുന്ന പിശാചിന്റെ തന്ത്രമാണത്. അത് മനസ്സിലാക്കിയിരിക്കണം. അതിലൂടെ വന്ന് കർത്താവിന്റെ അഭിഷിക്തരെ തകർക്കാൻ ശ്രമിക്കുന്നു. ചില ഡൈവേഴ്സുകളൊക്കെ അത് കർത്താവ് അറിഞ്ഞിട്ടാണ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് വഴിയായിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതിലെ ഏതെങ്കിലും ഒരു പങ്കാളിയെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഡൈവേഴ്സായി പോയത് പോട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പം അനേക സ്ഥലങ്ങളിലൊക്കെ പ്രൈസ് ദി ലോർഡ് ഡൈവേഴ്സായിട്ട് നമുക്കറിയാം ജീവിത ബന്ധങ്ങൾ മാറി പിന്നെയും അവരിങ്ങനെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പൈശാചിക പ്രവണതയാണ്. ഒരു പ്രാവശ്യം ജീവിതത്തിൽ നിന്ന് മാറിപ്പോ എന്നേക്കായി മാറ്റപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പേരും പാടില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. In the name of Jesus Christ, Shantata Palati Takana Radi,
ഇൻ ജീസസ് നെയിം കർത്താവ് പുതിയതൊന്നും ചെയ്യുന്നു. അതാണ് പറയുന്നത്. യേശുപ്രാവിന്റെ പുസ്തകം പറയുന്നത്, മരുഭൂമിയിലെ ഒരു വഴിയും നിർജ്ജന പ്രദേശം നേര് പറയും കർത്താവ് സൃഷ്ടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഒത്തിരി നമുക്കറിയാം, ഒത്തിരി തകർച്ചകൾ കടന്നുപോയ വ്യക്തിയെ ഞാൻ. പ്രൈസ് ദി ലോർഡ് 2011 ഡിവോഴ്സ് ആകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അതുവഴിയായിട്ട് കർത്താവ് രക്ഷിക്കപ്പെട്ടു. ഞാൻ ആരും കുറ്റം പറയുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവഹിതമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവഹിതത്തിലാണ് ഞാൻ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാനിപ്പം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി വന്നില്ല, ഞാൻ രക്ഷയോട് സ്നാനപ്പെടത്തില്ല. ഞാൻ കർത്താവിന്റെ വചനം പ്രഘോഷിക്കത്തില്ല. അനേകം ആൾക്കാർ ദൈവത്തിലേക്ക് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കർത്താവിന്റെ ഹിതമാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് എന്റെ ജീവിതത്തിൽ പുതിയതൊന്നും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഞാൻ പറയുന്നത്. ചില ഡൈവേഴ്സുകളൊക്കെ ദൈവഹിതമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടുകളിലൊക്കെ ഡൈവേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരമാണിത്. എൻ്റർടൈൻ റിവൈവലിനോട് കർത്താവിനെ അങ്ങനെ ചെയ്യിപ്പിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഓർത്ത് ആരും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ഗോഡ് വിൽ പ്രൊട്ടക്ട് യു. അവർ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു. Our God will give a partner for you. Praise the Lord, hallelujah. So that I want to say to all the people, nothing to worry anything about your life. When you are facing any kind of tragedy in your life, maybe there is a family life problem, maybe you are facing the problem from your financial areas, your business areas, in all the areas of your life. Praise the Lord. Whatever you are facing in your life, this will be the plan of the devil, and the plan of the most of the things which is coming against your life, it will be a plan of the devil. Praise the Lord. But our God knows everything what is going on in your life. Our God can do everything in favor of your life. This is our God. Praise the Lord. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ അവസ്ഥ നമ്മൾ ബുദ്ധിമുട്ടരുത്. ഒരു കുടുംബവും തകർന്നു നമ്മൾ ബുദ്ധിമുട്ടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വിചാരിച്ച് തകർക്കാൻ ശ്രമിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യും. നമുക്ക് ബിസിനസ്സുമാരെ തകർന്നു വിചാരിച്ച് ബുദ്ധിമുട്ടരുത്. കർത്താവ് നമുക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യും. സൃഷ്ടിപ്പ് നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a miracle Lord. Our God is a powerful Lord. Our God is a mighty God. Our God is a God Almighty. അതാണ് കർത്താവ് അബ്രഹാത്തോട് പറയുന്നത്. എന്താ വെച്ചാൽ, എബ്രഹാം, is there anything impossible for me? അതാണ് എബ്രഹാം, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ട്. അതാണ് കർത്താവ് പറയുന്നത്. എന്നെ കേൾക്കുന്ന എന്നോട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ഈ ബുദ്ധിമുട്ടുകളും, ഇന്ന് കാണുന്ന മിശ്രമീനും നാളെ കാണത്തില്ല. അവരെന്നൊക്കെയോ ചെങ്കടലിൽ മുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറവോടെ രഥങ്ങളൊക്കെ തിരിഞ്ഞ് വെള്ളത്തിന് ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. കർത്താവിനെ കാത്തിരിക്കുന്നവർ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ തളരത്തില്ല, നടനാശയുണ്ടെങ്കിലല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിലെ നമുക്കറിയാം അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിലെ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും. ഇതാണ് സ്വപ്നത്തിൽ കൂടെ പറയുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. അതിനു മീതെ യഹോവ നിന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായി യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ നിനക്കും നിന്റെ സന്തതിക്കും തരും. Behold, our God stood above it and said, I am Yahweh, and the Lord. Praise the Lord. The God of Abraham, your father. Praise the Lord. And the God of Isaac. Praise the Lord. ഇതാണ് പറയുന്നത്. The land where you lie, to you will I give it, and to your seed. Praise the Lord, hallelujah. ഇതാണ് പറയുന്നത് വെച്ചാൽ, അതിനുമീതെ യഹോവ നിന്ന് അരുൾ ചെയ്തു, നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായി യഹോവ ആകുന്നു. ഞാൻ നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശവും അനുഗ്രഹിക്കപ്പെടും. അതാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികള്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ദൈവത്തിൽ കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തികളാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ ആക്കിക്കളയും. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാതെ ആക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടാക്കാനാണ് നമ്മൾ. ബിസിനസ് മേഖല ഒന്നുമില്ലാതെയാക്കും. ഫാമിലി വേൽപ്പാണി ഒന്നുമില്ലാതെ തകർക്കാൻ ശ്രമിക്കും. നമ്മളായിരിക്കുന്ന മേഖല മൊത്തം തകർക്കാൻ ശ്രമിക്കും. യോന്റെ ജീവിതം സംഭവിച്ചോലെ. എങ്കിലും കർത്താവ് ആശ്രയം വിട്ട് കളയരുത്. കർത്താവിന്റെ യാക്കോബ് ഒറ്റ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. When he left from his house, he was alone. Praise the Lord, hallelujah. He was not carrying anything in his hand. He was walking by himself, by his faith in God. Praise the Lord, hallelujah. He was trusting
our God Almighty. This is a reason our God was giving the promise again to Jacob. Praise the Lord. The land where you are right now, this land, I can get you back. I can give you this land. I can take you back to this land again. Praise the Lord. That means years and years later, Jacob could able to come back to the same land name called Luz, Bethel. Praise the Lord. Hallelujah. ഇത് പറയുന്നത് വെച്ചാല് നമുക്കറിയാം കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമുക്കറിയാം ചില നമുക്ക് പ്രാർത്ഥനയെ ആൻസറിക്കുന്നത് താമസിച്ചു എങ്കിൽ തന്നെയും അല്പം താമസിച്ചാലും അത് പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത വെച്ചാല് ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പിശാചിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ മനസ്സ് മടിപ്പിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മോശമായിട്ട് ചിന്തിച്ച് നമ്മുടെ വാ കൊണ്ട് തന്നെ നമ്മൾ കർത്താവിനെ ശപിക്കണം. ആ ഒരു വാക്ക് പറയാനായിട്ടാണ് പിശാച് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. ഒരു വാക്കും കർത്താവിന് ഇത്തരമുള്ള പറയരുത്. കാരണം വെച്ചാൽ ഇന്നത്തെ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ പ്രയാസങ്ങളും അതൊക്കെ ഒരു സ്വപ്നം പോലെ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് കൂടുതൽ ട്രെയിൻ നമ്മൾ കാണത്തില്ലേ, അതൊക്കെ എന്നൊക്കെയോ ജീവിതത്തിലും കഴിഞ്ഞുപോയി. കർത്താവ് നമുക്കൊരു പുതിയൊന്ന് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ് സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ അലയും, കർത്താവിൽ ആശ്രയിക്കുന്നവർക്കോ ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് പറയാണ്, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇതോട് പറയുന്നത്, ആൻഡ് ഇൻ യു ആൻഡ് ഇൻ യുവർ സീഡ് shall all the families of the earth be blessed. Praise the Lord. This was a promise which our God was giving to Jacob. Praise the Lord. പിന്നെ വേറെ പ്രത്യേകം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ ഏകാന്തത ഇരിക്കുമ്പോഴാണ് കൂടുതൽ സമയങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം തേഞ്ഞ് നമ്മൾ ഇരിക്കുവാണെങ്കിൽ കർത്താവ് നമ്മളോട് ഇരിക്കും, നമ്മൾ സംസാരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഏകാന്തത ഇരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കും. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. ആരുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഒരാളും നമ്മളോട് ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. പുതിയ വഴികൾ കർത്താവ് തുറന്നു തരും. എന്റെയൊക്കെ ജീവിതത്തിൽ സാക്ഷ്യം പറയുന്ന അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എത്രമാത്രം അന്ധകാരശക്തികൾക്ക് എന്നെ തകർക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തകർക്കുന്നു. 10-11 വർഷമായിട്ട് തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിശാചിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മടുപ്പില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വാർഫെയറിലാണ് നിൽക്കുന്നത്, നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിൽക്കുന്ന നമ്മള് അന്ധകാര ശക്തിയോടുള്ള കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏത് സമയം നിങ്ങൾ കർത്താവിന് വേല ചെയ്യുന്ന ദൈവമക്കളാണെങ്കിൽ മരണം മേരി നിങ്ങൾക്ക് യുദ്ധമുണ്ട്, മരണം മേരി വാർഫെയർ ഉണ്ട്. എവിടെ കാല് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇൻഫർമേഷൻ എടുത്ത് നമ്മളെ തകർക്കാനായിട്ട് ആൾക്കാർ അന്ധകാര ശക്തികളുണ്ട്. അതിൽ നിന്നെല്ലാം ജയം തരുന്ന ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എല്ലാം നമുക്ക് എല്ലാം എനിക്ക് ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പത്തിയുടെ പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 28 വേഴ്സസ് 15 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുൾ ചെയ്തത് നിവർത്തിക്കും. ഇതാണ് പറയുന്നത് വെച്ചാല് wherever you go, praise the Lord, hallelujah, I will be with you and will bring you again into this same land. Praise the Lord, hallelujah, for I will not leave you. Praise the Lord, hallelujah. ഇതാണ് പറയുന്നത് വെച്ചാല് കർത്താവിന്റെ പ്രത്യേകത വെച്ചാല് യേശുക്രിസ്തു നമ്മൾ ആരെങ്കിലും ദൈവസന്നിധിയിൽ നമ്മളെ പ്രാർത്ഥിച്ച് സമയം ചെലവഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ദൈവം നമ്മളെ സംരക്ഷിക്കും. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ കർത്താവ് നമ്മളെ പരിപാലിക്കും. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഒരു പോക്ക് വഴി നമുക്ക് രക്ഷപ്പെടാൻ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ചിലപ്പോൾ ആരെങ്കിലും വഴിയായിട്ട് കർത്താവ് നമുക്ക് തരും. ഇപ്പൊ സാമ്പത്തിക മേഖലയാണെങ്കിലും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഇപ്പൊ വിസയുടെ മേലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ എത്ര കൈകൾ നിങ്ങൾക്ക് വേണ്ടി ഉയർന്നാൽ, എത്ര ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പൊങ്ങി വന്നു കഴിഞ്ഞാലും, എത്ര ആയുധങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധം നമുക്ക് വലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. Because our God is saying, book of Isaiah chapter 48 verses 10-13 Bible saying, praise the Lord, I will help you, I will never leave you nor forsake you. This is the promise of the Lord. The people those who are watching online, the people those who are in Christ. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മൾ ലജ്ജിക്കാൻ ഇടവരുത്തത്തില്ല. എല്ലാ മേഖലകളിലും നമ്മളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇതിൽ പറഞ്ഞാല് ഞാൻ നിന്നോട് കൂടെയുണ്ട്,
നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്തു ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുൾ ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, പ്രൈസ് ദി ലോർഡ്, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം ചില സമയത്തൊക്കെ എന്റെ ജീവിതത്തൊക്കെ കർത്താവ് അധികം സംസാരിക്കുന്ന സ്വപ്നത്തിൽ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില നമുക്ക് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിയുണ്ട്. ചില സമയത്ത് ഞാൻ രാത്രി കിടക്കാൻ പോകുന്നത് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് കിടക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ആ ദിവസങ്ങളിൽ കിടക്കാൻ ചിലപ്പോൾ ഒരാഴ്ച ലേറ്റ് ആയിട്ട് 1 മണിക്ക് കിടന്നു, 3:30 ഏൽപ്പിച്ചു. സ്വപ്നം കണ്ടിട്ട് ഏൽപ്പിച്ചു, സ്വപ്നം കണ്ട് ഏറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വപ്നം കണ്ട് ആ ഏറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ വീണ്ടും കിടന്നുറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞാല് കർത്താവ് നമ്മോട് സംസാരിക്കും, നമ്മൾ ചെട്ടി ഉണരും. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഉണർവുണ്ട്. നമ്മൾ എത്ര ഉറക്കത്തിലാണെങ്കിലും കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു എത്ര ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് ആ ഉറക്ക ബോധം സുബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും, പെട്ടെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കം ഉണരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യാക്കോബ് ഇങ്ങനെ പറയണം, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. ഇതിനെ പറഞ്ഞു കഴിഞ്ഞാല് യഹോവ ഈ സ്ഥലത്തുകൊണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്തു തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബുദേൽ എന്ന് പേർ വിളിച്ചു. ആ പട്ടണത്തിൽ ലൂസ് എന്നായിരുന്നു പേർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ജേക്കബ് റോസ് അപ്പ് early in the morning, praise the Lord, and took the stone that he had put under his heart, praise the Lord, and set it up for a pillar, and poured oil upon the top of it, praise the Lord. Hallelujah. And he called the name of that place Bethel, praise the Lord. Hallelujah. അതാണ് പറഞ്ഞു കഴിഞ്ഞാല് യാക്കോബ് ആരാധന കഴിച്ചു എന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും പറയാനുള്ളത്. അതാണ് യാക്കോബിന്റെ പ്രാർത്ഥന. യാക്കോബ് ആരാധിച്ചു. ആ സ്വപ്നം കർത്താവ് യാക്കോബിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് അതിന് റെസ്പോണ്ട് ചെയ്തത് അത് താങ്ക്സ് ഗിവിംഗ് വഴിയായിട്ട് റെസ്പോണ്ട് ചെയ്തത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന താങ്ക്സ് ഗിവിംഗ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഒറ്റയുള്ള വ്യക്തികളാണെങ്കിൽ തന്നെയും നമ്മൾ ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്ന വ്യക്തികളായിരിക്കണം. കഴിഞ്ഞ അവസ്ഥയെ ഓർത്ത്, കർത്താവ് അനുഗ്രഹിച്ച അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കാലത്ത് കർത്താവ് വർദ്ധിപ്പിച്ച് ഓർത്ത് നമ്മൾ നന്ദി പറയണം. ഇപ്പൊ കുടുംബ ജീവിതം ചിലപ്പോൾ നിങ്ങൾ ഡൈവേഴ്സായ വ്യക്തികളൊക്കെ ആണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവ് ഇനിയും നിങ്ങൾക്കൊരു ബന്ധം തരാൻ പറ്റും എന്ന് ഓർത്ത് കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡൈവേഴ്സും അത് നമുക്കറിയാം, ചില ഡൈവേഴ്സൊക്കെ കർത്താവിന്റെ ഹിതപ്രകാരമാണ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി ഡൈവേഴ്സ് വഴിയായിട്ട് പ്രൈസ് ദി ലോർഡ് ആ വ്യക്തിനെ കർത്താൻ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കറിയാം ചില തകർച്ചകളൊക്കെ കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ജോയിന്റെ ജീവിതത്തെ തകർച്ചകൾ കർത്താവ് അറിഞ്ഞിട്ടാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ തകർച്ച കർത്താവ് അറിഞ്ഞിട്ടാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാമും ലോത്തും തമ്മിൽ വേർതിരിഞ്ഞത് ആ തകർച്ച വന്ന് ലോകം ചിന്തിച്ചത് പ്രൈസ് ദി ലോർഡ് അത് കർത്താവ് അറിഞ്ഞിട്ടാണ് നടന്നത്. ആ സമയത്ത് അബ്രഹാം കർത്താവിനെ വീണ്ടും നമുക്കറിയാം കർത്താവിനെ ആരാധിക്കുകയോ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കർത്താവിനെ ആരാധിച്ച നമുക്കറിയാം അബ്രഹാം ലോത്ത് നമ്മൾ വേർപിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം തുടർമാനമായിട്ട് ഒന്നുമില്ലാത്ത അബ്രഹാം വർദ്ധിച്ചു. കാനാൻ ദേശവും വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമ്പത്തോട് വർദ്ധിച്ചു. എല്ലാം ഉള്ളവനായി പോയ ലോത്തിനെ ഒന്നുമില്ലാത്തതിനായിട്ട് തിരിച്ചു കൊണ്ടുവന്നു അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. If you are facing any of the troubles in your life, our God knows very well in your life what is going on in your life. Praise the Lord. Hallelujah. What is going to happen in your life tomorrow? What will be happening in the future? Everything our God knows very well. Our God is aware everything what is going on in your life. Praise the Lord. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മൊത്തം കർത്താവിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം. Only one thing we have to do it. We have to give the praise and thanks to the Lord in all each and every persecution, each and every rejections, each and every situation, whatever it is happening in your life. Praise the Lord. Hallelujah. Our God is aware in that one. We have to give the thanks and praise to the Lord for that one. Our God will do everything in favor of you. Praise the Lord. Hallelujah. This is what I want to say to all the people today. Praise the Lord. Before I close this section, ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് ഒരു നേർച്ച നേർന്നു. തുടർന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 28 വേഴ്സസ് 20 ഇതിൽ പറഞ്ഞാൽ ഉൽപ്പത്തി ദിവസം 28 അധ്യായം 20 വാക്യം പറയുന്നത് യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറയുവാണ്, എന്ന ജീവിതത്തിൽ ഇന്ന കാര്യം ഒന്നുമില്ലാത്തതിനെ തിരിച്ചു വന്നു, ഒന്നുമില്ലാത്തതിനെ ഇറങ്ങി,
ഒടുതുണി വേരി ഇല്ലാതെ ഇറങ്ങി. ജസ്റ്റ് ഒരു ഒടുതുണി, ഒരു ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് ഇറങ്ങി. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാതെ യാക്കോബ് ഇറങ്ങി വന്നു. യാക്കോബ് ദൈവത്തോട് പറയുവാണ്, ആരാധനയുടെ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബ് നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവേ എനിക്ക് ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേർച്ച നേർന്ന കർത്താവ് വ്യക്തമായിട്ട് അത് കാണും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സിംസോൻ, പഴയ നിയമത്തിനറിയാം, സിംസോൻ കർത്താവ് സിംസോന്റെ തലമുടിയിൽ അത് കർത്താവിന് വേണ്ടി സമർപ്പിച്ചതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ തലമുടി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് ആ കർത്താവിന്റെ ആ ശക്തി, ആ പ്രസൻസ് സിംസോനിൽ നിന്ന് വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മള് കർത്താവിന് നമ്മൾ ഡെഡിക്കേഷൻ ചെയ്ത് നമ്മളെ ഒരു കർത്താവിന് നേർച്ച നേർന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് തന്നെ പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ആ നേർച്ചയ്ക്ക് പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ യാക്കോബ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതെന്ന് വെച്ചാൽ യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവേ എനിക്ക് ദൈവമായിരിക്കും, ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞാൽ യാക്കോബിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം ജേക്കബ് he was prayed to the Lord accordingly. Praise the Lord. What he was prayed, that means Jacob was praying, praise the Lord, in all the areas of life, I need your help. If you are protecting me, if you are taking back to me to this place, to my father's place, you will be my God Almighty. I will serve you. Praise the Lord. Hallelujah. Jacob was giving the promise to our God Almighty. Praise the Lord. Hallelujah. You know that one, years and years later, up to 20 years later, praise the Lord. Hallelujah. Our God was fulfilling his promise to Jacob. Praise the Lord. Hallelujah. അതാണ് 20 വർഷത്തിന് ശേഷം ആടുമാടുകളും നമുക്കറിയാം ഭാര്യമാരും പിള്ളേരുമായിട്ട് യാക്കോബ് തിരിച്ചു വരികയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഒരു പ്രോമിസ് കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ട് നിശ്ചയമായിട്ടും കർത്താവ് അതിന് വില കൽപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ ഇന്ന് തടസ്സമായിട്ടിരിക്കുന്ന നമ്മുടെ കർത്താവിന് കൊടുത്ത നേർച്ച നമ്മൾ നിറവേറ്റിയിട്ടില്ല. ഏതെങ്കിലും നേർച്ചയോടെ നമ്മൾ നിറവേറ്റണം. കൊടുത്ത നേർച്ചയില്ലാതെ നിറവേറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ കയറിയത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേല് അന്ധകാരശക്തി നമ്മുടെ ജീവിതത്തിൽ അവകാശം എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ നേർച്ച നേർന്ന് നമ്മൾ പാലിക്കണം. പ്രൈസ് കർത്താവ് വ്യക്തമായിട്ട് അത് സ്വർഗ്ഗം അത് വാച്ച് ചെയ്യും നമ്മൾ നേർച്ച നേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ യാക്കോബിന്റെ ദൈവമായുള്ളവയും നിന്റെ ദേശത്തേക്കും നിന്റെ ചർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചത് യഹോവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിയനോട് കാണിച്ചിരിക്കുന്ന സകലതയ്ക്കും സകല വിശ്വസതയ്ക്കും ഞാൻ അപായമത്രേ അപാത്രമത്രേ. പ്രൈസ് ദി ലോർഡ്. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ ജോർദാൻ കടന്നത്, ഇപ്പോഴേ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കും. നമുക്കറിയാം, തുടർമാനമായിട്ട് നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 32 ബുക്ക്. when you read book of Genesis chapter 32 verses 10, praise the Lord, our God, Jacob was giving a special thanks to the Lord, praise the Lord, because our God was blessed Jacob years and years later, in the 20 years time. Praise the Lord. So that today I want to say to all the people before I finish this section, praise the Lord. Hallelujah. If you are praying to the Lord, praise the Lord, always give the thanksgiving. Praise the Lord. Give the praise and thanks to the Lord. Praise the Lord. If you are making any of the promise in front of the Lord, we have to keep that promise. Praise the Lord. Our God will look at that promise. Praise the Lord. Hallelujah. Our God will take that promise, your promise, so seriously. Praise the Lord. So that all the people, those who are watching online, maybe your spiritual life, the family life, praise the Lord, in your business, in all the areas of your life, praise the Lord. Maybe you need to get something, some kind of help and miracle from the Lord. Sometimes you will be making some promises. You have to keep the promises. Praise the Lord. Hallelujah. Our God will always remember that promise. We have to keep that promise. We have to 100% we have to keep that promises. Praise the Lord. Hallelujah. So that all the people, those who are watching online from UK,
the Europe, and Africa, North and South America, and Asian countries. I want to pray, say to all the people, our God is loving you so much. Praise the Lord. If our God is giving this blessing, any other blessing for you, any other promises for you, praise the Lord. Our God will remember that promise. Our God will bless through that promise to you. Praise the Lord. Hallelujah. No matter what kind of situation you are facing, no matter what's your bank balance, our God is a good God and mighty God. Our God can be able to remember and fulfill his promise through Jesus Christ in your life. Praise the Lord. Hallelujah. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരും, സാമ്പത്തിക വേല ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, വരുമാന മാർഗത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, കുടുംബജീവിതം തകർന്ന ആൾക്കാർ, വിസയില്ലാത്ത ആൾക്കാർ, വിസയുടെ പേരിൽ നമുക്ക് വർഷങ്ങളായിട്ട് സോൾസെറ്റ് വഴിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന ദുരാത്മ ശക്തി, ദുരാത്മ ശക്തി യേശുവിന്റെ തിരക്കൊഴിച്ച് നിന്റെ പവർ ബ്രേക്ക് ചെയ്ത് കളയുന്നു. നിന്നോട് ഏറ്റുമുട്ടുന്നവര് നശിച്ചൊന്നുമില്ലാത്ത ബൈബിൾ വാക്യമുണ്ട്. നിന്റെ കണ്ണുകൾ നിന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. വർഷങ്ങളായിട്ട് നമുക്കറിയാം നിങ്ങളുടെ ഉയർച്ച തടസ്സപ്പെടുത്തുന്ന ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, നിങ്ങളോട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ദ പവർ ആയിട്ട് the name of Jesus. ഇൻഫോർമേഷൻ എടുത്തിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ആർക്കാണ് വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ പിശാചിന്റെ evil eyes, I destroy that evil eyes right now. Praise the Lord. Hallelujah. Cut the neck right now in the name of Jesus Christ. The neck of the evil spirit in the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ I declare the victory right now. Every evil spirit attack, every evil spirit things which is coming against your life, യേശുവിന്റെ നാമത്തിൽ I apply the blood of Jesus Christ. I sprinkle the blood of Jesus Christ right now. I break, I cancel the evil power in the name of Jesus Christ. In Jesus' name I pray. I release a victory right now. I release a victory, a visa right now. I release a healthy body right now. In the name of Jesus Christ. In Jesus' name I pray. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അപ്രേ ജോഷു അംബാസ് എപ്രേ, സുജ സുഭാഷ് എപ്രേ, എസമ്മ തോമസ്, ജോമോൻ, ക്ലെയർ, ബെക്സി, സാമുവൽ തോമസ്. I pray for each and every people right now, especially the people. I pray for me. I pray for Shake the National Online Ministries. Praise the Lord. Shake the National Ministries. All the people, those are supported by seed and prayer. I pray and bless them, Father. Holy Father, once again more I pray. In Jesus' name I pray. Amen. God bless you.